ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സാമൂഹ്യ ശ്രേണീകരണത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സാമൂഹ്യ ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാൽ എന്താണ് എന്നുള്ളത് നോക്കാം. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഘടനാപരമായ അസമത്വങ്ങളാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ഇനീക്വാളിറ്റീസ്. ഘടനാപരമായ അസമത്വങ്ങളെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇനി ഈ അസമത്വങ്ങൾ വരുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പിംഗ്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകൾക്കിടയിലാണ് ഈ ഘടനാപരമായ അസമത്വം രൂപപ്പെടുന്നത്. വ്യത്യസ്ത ഗ്രൂപ്പിലെ ജനങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ അസമത്വത്തെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇതിൽ അധികവും ഗുണങ്ങൾ അനുഭവിക്കുന്നവര് ഏറ്റവും മുകളിലും ഏറ്റവും കുറവ് ഗുണങ്ങൾ അനുഭവിക്കുന്നവര് ഏറ്റവും താഴെയും എന്ന രീതിയിലായിരിക്കും ശ്രേണിയായി തിരിച്ചിട്ടുണ്ടായിരിക്കുക. സമൂഹത്തെ ശ്രേണിയായി തിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ആർക്കാണോ ലഭിക്കുന്നത് അവര് ഏറ്റവും ഉയർന്ന സ്ട്രാറ്റയില്, ഈ ഹൈറാർക്കിയുടെ തന്നെ ഏറ്റവും ടോപ്പിലാണ് ഉണ്ടാവുക. എന്നാൽ കുറച്ച് ഗുണങ്ങൾ മാത്രം അനുഭവിക്കുന്നവര് ഏറ്റവും താഴെയും ഏറ്റവും ബോട്ടത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. മോർ ഫേവേർഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ലെസ് പ്രിവിലേജ്ഡ് നിയർ ദ ബോട്ടം. അങ്ങനെയാണ് സമൂഹത്തെ ഈ ശ്രേണിയിൽ അടക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ വ്യത്യസ്ത ശ്രേണികളായി സമൂഹത്തെ അടക്കുന്നതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മളിപ്പോ പാറയുടെ പാളികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെയാണ് ഇവിടെയും. പാറകളുടെ ഓരോ തട്ടുകളായി തിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സമൂഹത്തെ വിവിധ തട്ടുകളായി തിരിക്കുകയാണ് ചെയ്യുന്നത്. വിവിധ പാളികളായി തിരിക്കുകയാണ് ഈ സാമൂഹ്യ ശ്രേണീകരണത്തിൽ ചെയ്യുന്നത്. സമൂഹത്തിന്റെ ഘടനയില് ശ്രേണീകരണത്തിന് ഒരു പ്രധാന പങ്കാണ് വഹിക്കാനുള്ളത്. അത് സമൂഹത്തിലെ ഓരോ വ്യക്തിയെയും ഓരോ വീടിനെയും സംബന്ധിക്കുന്നതായിരിക്കും. സമൂഹത്തിലെ ശ്രേണീകരണത്തിന് പ്രധാനമായി 4 അടിസ്ഥാന സംവിധാനങ്ങളാണ് ഉള്ളത്. 4 ബേസിക് സിസ്റ്റംസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ സൊസൈറ്റി. ഇനി ഏതൊക്കെയാണ് 4 സിസ്റ്റംസ്? 4 സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്ലേവറി, അടിമത്വം. ദെൻ കാസ്റ്റ്, ജാതി. മൂന്നാമത്തെ വരുന്നത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ സമ്പത്ത് എസ്റ്റേറ്റ്, അതാണ് മൂന്നാമത്തെ വരുന്നത്. നാലാമത്തെ വർഗം, ക്ലാസ്. സ്ലേവറി, കാസ്റ്റ്, എസ്റ്റേറ്റ് ആൻഡ് ക്ലാസ്. അടിമത്വം, ജാതി, സമ്പത്ത്, വർഗം. അങ്ങനെ 4 സിസ്റ്റംസ്, 4 സംവിധാനങ്ങളാണ് ഈ ശ്രേണീകരണത്തിന് ഉള്ളത്. ഇനി ഇതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഇനീക്വാളിറ്റി ഏറ്റവും കൂടുതലുള്ള ഇതിലാണ്? സ്ലേവറിയിലാണ്, അടിമത്ത വ്യവസ്ഥയിലാണ്. അടിമ വ്യവസ്ഥയില് അടിമയ്ക്ക് ഒരു ഉടമ ഉണ്ടായിരിക്കും. അടിമത്തത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആരുടെ കയ്യിലാണോ ക്യാപിറ്റൽ ഉള്ളവർ അവരെന്ത് ചെയ്യും? അടിമകളെ വാങ്ങിക്കും. അപ്പോൾ ഓരോ അടിമയ്ക്കും ഒരു ഉടമയുണ്ടായിരിക്കും. ഗ്രീസിലും റോമിലും അമേരിക്കൻ ഐക്യനാടുകളിലെ തെക്കൻ പ്രവിശ്യകളിലുമൊക്കെ അടിമത്ത വ്യവസ്ഥ നിലനിന്നിരുന്നു. പിന്നീട് ഈ സമ്പ്രദായം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കരാർ തൊഴിലാളികൾ, ബോണ്ടഡ് ലേബേഴ്സ് എന്നൊരു വിഭാഗം ചെറിയ രീതിയിലെങ്കിലും അടിമത്തം അനുഭവിക്കുന്നുണ്ട്. യൂറോപ്പിലെ ഭൂപ്രഭുത്വ എസ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള അടിമത്തം നിലനിന്നിരുന്നു. പ്രഭുക്കളും പുരോഹിതനും ആയിരുന്നു ഈ വിഭാഗക്കാര്. അപ്പോൾ അടിമത്തം എന്നുള്ളതാണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് വരുന്നത് ഇനീക്വാളിറ്റിയുടെ കാര്യത്തിൽ. അസമത്വം ഏറ്റവും കൂടുതലുള്ള ഏത് സംവിധാനത്തിലാണ്? സ്ലേവറിയിലാണ്. ആൻഷ്യന്റ് ഗ്രീസിലും റോമിലൊക്കെ ഇത് നിലനിന്നിരുന്നു. USA സൗത്തേൺ സ്റ്റേറ്റ്സിലും ഇത് നിലനിന്നിരുന്നു 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട്. അടിമത്തം പോലുള്ള മറ്റൊരു സംവിധാനമാണ് കാസ്റ്റ്, ജാതി എന്നുള്ളത്. ജാതി വ്യവസ്ഥയില് ഒരാളുടെ ജീവിതം കൊണ്ട് അയാൾ നേടുന്ന മൂല്യങ്ങൾക്കൊന്നും യാതൊരു വിലയും ഇല്ല. അവര് ജനിക്കുമ്പോൾ ഏത് ജാതിയിലാണോ പിറന്നു വീഴുന്നത് ആ ജാതിയായിരിക്കും അവന്റെ യോഗ്യത. സമൂഹത്തിൽ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് എന്നുള്ളത് കൽപ്പിക്കുന്നത്. അപ്പോൾ പ്രവർത്തനം കൊണ്ട് യാതൊരു കാര്യമില്ല. പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കുന്നത് ഒന്നിനും ഇവിടെ യാതൊരു വിലയില്ല. അവര് ജനനത്തിൽ ഏത് ജാതിയിലാണോ വരുന്നത് ആ ജാതിയായിരിക്കും അവരുടെ സമൂഹത്തിലെ യോഗ്യത കൽപ്പിക്കുന്നത്. ഇൻഡിവിജ്വൽസ് പൊസിഷൻ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റാറ്റസ് ആട്രിബ്യൂട്ട്സ് അക്രൈബ്ഡ് ബൈ ബർത്ത്. ജനനത്തിൽ ഏത് ജാതിയിലാണോ വരുന്നത് അതായിരിക്കും അവരുടെ പൊസിഷൻ, സൊസൈറ്റിയിലെ പൊസിഷൻ തീരുമാനിക്കുന്നത്. റാദർ ദാൻ അച്ചീവ്ഡ്, അവർ നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ
അവരുടെ പ്രയത്നം കൊണ്ട് അവര് നേടിയെടുക്കുന്ന മൂല്യങ്ങളെക്കാൾ അയാളുടെ സമൂഹത്തിലെ സ്ഥാനം തീരുമാനിക്കുന്ന എന്താ? ജനനം കൊണ്ട് ഏത് ജാതിയിൽ വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത ജാതികൾ വരുന്നുണ്ട്. അശുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഏറ്റവും ശുദ്ധരായി കണക്കാക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. അവര് പുരോഹിത വർഗമായിട്ടാണ് കണക്കാക്കുന്നത്. ബ്രാഹ്മണർ എല്ലാവരെക്കാൾ മുന്തിയവരും പഞ്ചമർ അഥവാ പുറം ജാതിക്കാർ എല്ലാവരിലും താഴെയാണ്. ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 തട്ടുകളായി സമൂഹത്തെ തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശുദ്ധമായ ജാതി അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ജാതിയായി കണക്കാക്കുന്നത് ബ്രാഹ്മണരാണ്. അവരുടെ താഴെയായി ക്ഷത്രിയർ, ദെൻ വൈശ്യർ, ശൂദ്രർ. അങ്ങനെയാണ് 4 തട്ടുകളായി തിരിച്ചിരിക്കുന്നത്. ഏറ്റവും മുന്തിയവര് ബ്രാഹ്മണര്, ഏറ്റവും താഴെയുള്ളത് പഞ്ചമർ അഥവാ പുറംജാതിക്കാർ അല്ലെങ്കിൽ ശൂദ്രർ എന്ന് അറിയപ്പെടുന്ന വിഭാഗമാണ്. കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നഗരവൽക്കരണമൊക്കെ ഈ ജാതി വ്യവസ്ഥയുടെ ധാരണയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവര് അതേ മതത്തിൽ നിന്ന് അവരുടെ വംശത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റം ഇന്ന് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ വന്നിട്ടുണ്ട്. ജാതിയോടുള്ള മനോഭാവത്തില് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിവേചനം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. താഴ്ന്ന ജാതിക്കാരെ ജനാധിപത്യം ഒരുപാട് ശാക്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്താണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടാനായി ജനാധിപത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ ശക്തിപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാൻ ഇന്ന് തൽപര ഗ്രൂപ്പുകൾ ഏറെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഒരുപാട് ഉണ്ട് ഈ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവ. അതാണ് ജാതിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയുന്നത് വർഗത്തെ കുറിച്ചാണ്. വർഗം വ്യവസായവൽകൃത സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു ശ്രേണീകരണമാണ് വർഗം എന്ന് പറയുന്നത്. അതിന് നിയമപരമായ അസ്തിത്വം അല്ലെങ്കിൽ മതങ്ങളുടെ പിന്തുണയോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ പറഞ്ഞു ജാതി എന്ന് പറയുന്നത് ശരിക്ക് അവര് ജന്മം കൊണ്ട് നേടിയെടുക്കുന്ന പദവിയാണ്. ജന്മം കൊണ്ട് ഏത് ജാതിയിലാണോ വന്ന് പിറക്കുന്നത് ആ ജാതിയാണ് അയാളുടെ സമൂഹത്തിലെ പൊസിഷൻ തീരുമാനിക്കുന്നത്. പക്ഷെ ഈ ക്ലാസ് അല്ലെങ്കിൽ വർഗത്തില് അങ്ങനെയല്ല. അവര് ജീവിതത്തിൽ നേടിയെടുക്കുന്ന നേട്ടങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് അയാളുടെ പദവി തീരുമാനിക്കുന്നത്. ഒരു വർഗത്തിലെ ഒരു വ്യക്തിയുടെ പദവി അയാളുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. വരുമാനം, തൊഴില്, വിദ്യാഭ്യാസം, സമ്പത്ത് എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലെ സമാനമായ സ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു ശ്രേണിയാണ് സാമൂഹിക വർഗം, സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. സോഷ്യൽ ക്ലാസ് ഈസ് എ സ്ട്രാറ്റം ഓഫ് പീപ്പിൾ ഓഫ് സിമിലർ സോഷ്യൽ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു ഇൻകം, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് വെൽത്ത്. വരുമാനം, തൊഴില്, വിദ്യാഭ്യാസം, സമ്പത്ത് എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലെ സമാന സ്ഥാനത്തുള്ള ജനങ്ങളുടെ ഒരു ശ്രേണിയാണ് സാമൂഹ്യ വർഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വർഗത്തില് ഒരു വ്യക്തിയുടെ പദവി തീരുമാനിക്കുന്നത് അയാളുടെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നന്നായി കഠിന പ്രവർത്തനം ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനം നേടാനായി സാധിക്കും. അതേപോലെ ഇനിയിപ്പോ ഉയർന്ന വർഗത്തിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അയാള് പ്രയത്നിക്കാൻ തയ്യാറല്ലെങ്കിൽ അയാൾ താഴ്ന്ന തട്ടിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജാതിയിലെ പോലെ അംഗത്വം എന്നത് പരമ്പരാഗതമായി ലഭിക്കുന്ന ഒന്നല്ല. വർഗത്തിലെ അംഗത്വം നേടുന്നത് പൈതൃകമായിട്ടല്ല, അവരുടെ നേട്ടങ്ങൾ കൊണ്ട്, ജീവിതത്തിൽ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ കൊണ്ടാണ് അയാളുടെ ഒരു പദവിയിൽ എത്തുന്നത് അല്ലെങ്കിൽ വർഗത്തില് ഒരു അംഗത്വം നേടുന്നത്. ജാതിയിലെ പോലെ പരമ്പരാഗതമായി അംഗത്വം ലഭിക്കുന്നില്ല. ഇവിടെ വർഗത്തിൽ എങ്ങനെയാണ്? വർഗത്തിലെ അംഗത്വം ലഭിക്കുന്നത് അയാളുടെ നേട്ടങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്, പൈതൃകമായിട്ടല്ല. അച്ഛനമ്മമാര് ചിലപ്പോ താഴ്ന്ന വർഗത്തിലായിരിക്കാം, പക്ഷെ മക്കള് കഠിനമായി പ്രയത്നിച്ച് എന്ത് ചെയ്യാം, ഉയർന്ന വർഗത്തിലേക്ക് മാറാനായി മക്കൾക്ക് കഴിയും. അങ്ങനെ പൈതൃകമായി ഒന്നും ലഭിക്കുന്നതല്ല വർഗത്തിലെ അംഗത്വം എന്ന് പറയുന്നത്. ജാതിയിലെ അംഗത്വം പരമ്പരാഗതമായി ലഭിക്കുന്നതാണ്, എന്നാൽ വർഗത്തിലെ അംഗത്വം പരമ്പരാഗതമായി ലഭിക്കുന്നതല്ല. പിന്നെ ഈ വർഗത്തില് ഒരാളുടെയും സ്വാതന്ത്ര്യത്തെയും ഒരു രീതിയിലും പരിമിതപ്പെടുത്തുന്നില്ല. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു വർഗത്തിൽപ്പെട്ട ആൾക്ക് ഏത് വർഗത്തിൽ നിന്ന് വേണമെങ്കിലും വിവാഹം കഴിക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നില്ല വർഗം എന്നത്.
പിന്നെ ഈ വർഗ വ്യവസ്ഥയ്ക്ക് ചലനക്ഷമത വളരെ കൂടുതലാണ്. ഒരാൾക്ക് ഉയർന്ന വർഗത്തിലേക്കോ താഴ്ന്ന വർഗത്തിലേക്കോ കടന്നു ചെല്ലാനായി സാധിക്കും. കഠിന പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ഉയർന്ന വർഗത്തിലേക്ക് എത്തും. അങ്ങനെ പ്രയത്നിച്ചിട്ടില്ല, വലിയ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ല എങ്കിൽ അയാൾ താഴ്ന്ന വർഗത്തിലേക്ക് പോയേക്കാം. അപ്പൊ അങ്ങനെ ഏത് വർഗത്തിൽ വേണമെങ്കിലും കടന്നു ചെല്ലാനായി കഴിയും. വർഗവ്യവസ്ഥ എന്ന് പറയുന്നത് ചലനക്ഷമത ഉള്ള ഒന്നാണ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ 2 വർഗങ്ങൾ അടങ്ങുന്നതാണ് മുതലാളിത്ത സമൂഹം എന്ന് പറയുന്നത്. ഒന്നാമത്തെ വർഗം ബൂർഷ്വാസീസ്, രണ്ടാമത്തെ പ്രൊലറ്റേറിയറ്റ് അഥവാ തൊഴിലാളി വർഗം. അങ്ങനെ 2 തരം വർഗങ്ങളാണ് മുതലാളിത്ത സമൂഹത്തിൽ ഉള്ളത്. എല്ലാ ഉൽപാദന ഉപകരണങ്ങളും ആരുടെ ഉടമസ്ഥയിലായിരിക്കും? ഈ ആദ്യത്തെ വർഗമായിട്ടുള്ള ബൂർഷ്വാസീസിന്റെ ഉടമസ്ഥതയിലായിരിക്കും. തൊഴിലാളി വർഗം അടക്കമുള്ള എല്ലാം ആരുടെ കയ്യിലാണ്? ബൂർഷ്വാസീസിന്റെ കയ്യിലാണ്. തൊഴിലാളി വർഗത്തിന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അവരുടെ അധ്വാനമല്ലാതെ അവരുടെ കയ്യിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഉൽപാദന ഉപകരണങ്ങളോ മൂലധനോ ഒന്നും തന്നെ ഈ തൊഴിലാളി വർഗത്തിന്റെ അല്ലെങ്കിൽ പ്രൊലറ്റേറിയറ്റിന്റെ കയ്യിൽ ഇല്ല. എല്ലാ ഉൽപാദന ഉപകരണങ്ങളും ആരുടെ കയ്യിലാണ്? ബൂർഷ്വാസീസിന്റെ കയ്യിലായിരിക്കും. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആയി വരുന്നത് ഹയർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അഗ്രികൾച്ചറൽ ക്ലാസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വർഗങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ജാതിയും ക്ലാസും തമ്മിലുള്ള, അതായത് വർഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ജാതി എന്നുള്ളത് ജനനം കൊണ്ട് അല്ലെങ്കിൽ ശുദ്ധാശുദ്ധങ്ങൾ കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ഏത് ജാതിയിലാണ് ജനിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ജനിക്കുന്ന ജാതി ഏതാണോ ആ ജാതിയായിരിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തില് സമൂഹത്തിലെ ഏത് പദവിയിലിരിക്കണം അല്ലെങ്കിൽ സമൂഹത്തിലെ അയാളുടെ പൊസിഷൻ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ജനിച്ചു വീഴുന്ന മതമായിരിക്കും. പക്ഷെ വർഗത്തിന്റെ കാര്യം അങ്ങനെയല്ല. വർഗം തീരുമാനിക്കുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ജീവിത അവസരങ്ങളോ ആയിരിക്കാം, കഴിവൊക്കെ ആയിരിക്കാം. സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ആണ് ഏത് ക്ലാസ്സിൽ വരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ ജാതിയില് അവര് ഏത് ജാതിയിൽ പിറന്നു വീഴുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ പൊസിഷൻ തീരുമാനിക്കുന്നത് എങ്കിൽ വർഗത്തിൽ അങ്ങനെയല്ല. നേടിയെടുക്കുന്ന നേട്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് സമൂഹത്തിലെ ഓരോ ആളുകളുടെയും പൊസിഷൻ തീരുമാനിക്കുന്നത്. പിന്നെ ജാതിയിലെ അംഗത്വം ലഭിക്കുന്നത് പരമ്പരാഗതമായിട്ടാണ്, പൈതൃകപരമായിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ വർഗത്തിൽ അങ്ങനെയല്ല. പരമ്പരാഗതമായി ലഭിക്കുന്ന ഒന്നല്ല വർഗത്തിലെ അംഗത്വം എന്ന് പറയുന്നത്. പിന്നെ ജാതി വ്യവസ്ഥയ്ക്ക് മതത്തിന്റെ അംഗീകാരം ഉണ്ടായിരിക്കും. എന്നാൽ വർഗത്തിന് മതത്തിന്റെ നിയമത്തിന്റെ ഒന്നും തന്നെ അംഗീകാരം ഉണ്ടായിരിക്കില്ല. പിന്നെ ജാതി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ്. എന്നാൽ വർഗത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ലെസ് സ്റ്റേബിൾ ആയിരിക്കും, മാറ്റങ്ങൾ അതിൽ വരാം. പിന്നെ യാതൊരു തരം റിജിഡിറ്റിയും ക്ലാസ്സിൽ വരുന്നില്ല. എന്നാൽ കാസ്റ്റിൽ അങ്ങനെയല്ല. കാസ്റ്റിലാവുമ്പോൾ ഒരുപാട് റിജിഡ് റൂൾസ് വരുന്നുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണ രീതിയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് റിജിഡ് റൂൾസ് ഉണ്ട്. മാരേജ് ഇപ്പോൾ ഒരു മതത്തിൽ പെട്ടവര്, ഒരു ജാതിയിൽ പെട്ടവര് മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നില്ല. അതേപോലെ തന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സിലും ഉണ്ട്. ബ്രാഹ്മണര് നമുക്കറിയാം, മത്സ്യമാംസാദികള് അവർ ഭക്ഷിക്കുന്നില്ല. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇതുപോലുള്ള റിജിഡ് റൂൾസ് ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വർഗത്തിൽ അത്തരത്തിലുള്ള യാതൊരു വ്യവസ്ഥകളും ഇല്ല. നോ റിജിഡിറ്റി ഇൻ ക്ലാസസ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.